എൻ്റെ അനുവാദമില്ലാതെ ആർക്കും എന്നെ നോവിക്കാനാവില്ല. പേടിക്കണ്ട, ഇത് മഹാത്മാഗാന്ധിയുടെ വളരെ പ്രസിദ്ധമായ സന്ദേശം. ഇതുപോലെ നല്ല നല്ല സന്ദേശങ്ങൾ കേൾക്കാൻ സമയമായില്ലേ? കേൾക്കുക നല്ലൊരു മെസ്സേജ്. സ്വാമി അശ്വത് തിരുനാൾ അവതരിപ്പിക്കുന്ന ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മുടെ ജനങ്ങളുടെ ചിന്തയിലും അതുപോലെ സമൂഹത്തിൻ്റെ ചർച്ചകളൊക്കെ, സ്വകാര്യ ചർച്ചകളിൽ പോലും ഇപ്പോൾ വരുന്ന വളരെ സജീവമായിട്ട് വരുന്ന ഒരു പ്രശ്നം, നമ്മൾ എത്ര വയസ്സിൽ ഒരാളെ മെച്യൂർ എന്ന് പറയാം എന്നതാണ്. 18 വയസ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 18 വയസ്സാകുന്നത് വരെ ഒരു ചെറുപ്പക്കാരൻ മെച്യൂർഡല്ല. അതുകൊണ്ട് അയാൾ എന്തെങ്കിലും ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അയാൾ മെച്യൂർഡ് അല്ല എന്നതുകൊണ്ട് കുറേ ആനുകൂല്യങ്ങൾ ലഭിക്കും. പക്ഷേ ഈ ഒരു നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നവർ നിരവധിയാണ്. അപ്പോൾ ഡൽഹി സംഭവത്തിൽ തന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഒരു ഇരുമ്പ് കമ്പി കയറ്റി ആ കുട്ടിയുടെ കുടൽമാല വരെ വലിച്ചെടുത്തവൻ, ആ പെൺകുട്ടിയുടെ തലയിൽ കമ്പി കൊണ്ട് ഭീകരമായി മർദ്ദിച്ചവൻ. അങ്ങനെ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ ചെയ്യരുതേ എന്ന് നിലവിളിക്കുമ്പോൾ, നീ ചാവടി പെൺപട്ടി എന്ന് പറഞ്ഞ് അവൻ്റെ തലയിലടിച്ചു. യു ഡൈ യു ബിച്ച് എന്ന് ഇംഗ്ലീഷിലാണോ അവൻ പറഞ്ഞവൻ. അങ്ങനെ പറഞ്ഞവന് 17 വയസ്സുള്ളൂ. അപ്പോൾ ആ 17 വയസ്സായ ആ പയ്യന് ആനുകൂല്യം കിട്ടും. അവിടുത്തെ അവൻ പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പളും പറഞ്ഞിരിക്കുന്നു അവന് 17 വയസ്സുള്ളൂ. അപ്പോൾ ഒരു ജയിലിലേക്ക് അവനെ അയക്കാൻ കഴിയില്ല. അവനെ ഒരു ജുവനൈൽ ഹോമിലേക്ക് എന്തെങ്കിലും അയക്കുക, അവനെ സദ്ഗുണമൊക്കെ പഠിപ്പിച്ചെടുക്കുക മാത്രം സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, എങ്ങനെ അവൻ അങ്ങനെ ആയി എന്നുള്ളതാണ്. അതിന് നമുക്കൊരു പങ്കുമില്ലേ? അവൻ മാത്രമാണോ ഇതിന് പങ്ക്? ഇങ്ങനെ ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറുന്നത്, ഒരു മാനസിക അവസ്ഥയിലേക്ക് അവൻ പോയത് എങ്ങനെ? അത് ചിന്തിക്കേണ്ട വലിയൊരു കാര്യമാണ്. ഈ അവൻ്റെ ബ്രദേഴ്സൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നു. അവർക്കാർക്കും മുമ്പ് ക്രിമിനൽ റെക്കോർഡ്സ് ഇല്ലായിരുന്നു എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കും. അവർ പക്ക ക്രിമിനൽസൊന്നുമല്ല. ഡൽഹിയിൽ ഈ ബസ്സുകൾ രാത്രി ഹയർ ചെയ്തിട്ട് ഓരോ റോഡുകളിൽ ഇങ്ങനെ ഏകാന്തമായ സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തിയിട്ട് അതിനകത്ത് മദ്യക്കച്ചവടവും അതുപോലെ വ്യഭിചാര കേന്ദ്രങ്ങളുമായിട്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഡൽഹിയിൽ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ആ ബസ്സിൻ്റെ ഓണർ 8 ബസ്സുണ്ടായി, 8 ബസ്സുമായിട്ട് ഇതിനാണ് കൊടുക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബസ്സിൽ ഇവർ കയറുന്നതിന് മുമ്പ്, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും കയറുന്നതിന് മുമ്പ് ഒരു ആശാരി റോഡിൽ നിന്ന് കൈ കാണിച്ചു. അപ്പോൾ ഈ പയ്യൻ ആ ആശാരിയെ വിളിച്ച് ഇതിനകത്ത് കയറ്റിയിട്ട് അയാളുടെ ഇരിക്കുന്ന പണം മുഴുവൻ അടിച്ചെടുത്തിട്ട് അയാളെ തള്ളി വെളിയിലിട്ടു. ആ ആശാരി പോയി അവിടെ ഒരു മോട്ടോർ ബൈക്കിൽ നിന്ന് ഒരു ബീറ്റ് പോലീസുകാരനോട് കാര്യം പറഞ്ഞു, അതിനെ ചേസ് ചെയ്ത് പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ പോലീസുകാരൻ അയാളോട് പറഞ്ഞ്, നീ നിൻ്റെ ജോലിക്ക് പോടാൻ. ഈ സംഭവം നടക്കുന്ന 10 മിനിറ്റ് മുമ്പ് സംഭവം. അപ്പോൾ പോലീസുകാർ ഇത്തരം കാര്യങ്ങളിൽ യാതൊരു ഉത്തരവാദിത്വം എടുക്കാതെ മാറി നിൽക്കുന്നൊരു സാഹചര്യം, അതാണ് ഒന്ന് ആസ്പെക്റ്റ്. മറ്റൊരു ആസ്പെക്റ്റ്, ഈ ആൺകുട്ടിയും പെൺകുട്ടിയും റോഡിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ, അതായത് അവളെ എന്തെല്ലാം രീതി ഉപദ്രവിക്കും, അത് മുഴുവൻ ഉപദ്രവിച്ച് വസ്ത്രങ്ങൾ പോലുമില്ലാതെ ആൺകുട്ടിയും പെൺകുട്ടിയും റോഡിൽ കിടന്ന് നിലവിളിക്കാം. അപ്പോൾ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണിത്. അതുവഴി കടന്നുപോയി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഈ ജന്തർ മന്തറിലെ മെഴുകുതിരിയും കത്തിച്ചിരുന്ന ആളുകളൊക്കെ, അതുപോലുള്ള ആളുകളെല്ലാം അതുവഴി കടന്നുപോയി. ഒരൊറ്റ ആൾ പോലും തിരിഞ്ഞ് ഇവരെ സംരക്ഷിക്കാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാൻ തയ്യാറായില്ല. അവസാനം ഒരാൾ വന്നിട്ട് അയാൾ പോലീസുകാരനെ വിളിച്ചു. പോലീസുകാർ വന്നിട്ട് തമ്മിൽ തർക്കമായിരുന്നു, ഏത് സ്റ്റേഷനിലാണ് ഈ കേസ് ചാർജ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ദ്രവിച്ച മനസ്സുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാണ് ഞാൻ പറയുന്നത്. ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ അയാളെ രക്ഷിക്കാൻ മുന്നോട്ട് വരാതെ വലിയ തത്വചിന്ത, പിറ്റേ ദിവസം രാവിലെ മെഴുകുതിരി ഇരുന്ന് റോഡിൽ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ട്? എന്തുകൊണ്ട്? അതിൽ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയിലെയും അവിടെ ഇരുന്ന നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തിന് ശരിയായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇനി 8 വയസ്സുള്ള ആൺകുട്ടികൾ 8 വയസ്സ് തൊട്ടും 18 വയസ്സിനിടയിൽ എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഇൻ്റർനെറ്റിലൂടെയുള്ള അശ്ലീല ചിത്രങ്ങൾ, ഇതിനെ നിരോധിക്കാനും ഈ കുട്ടികൾക്ക് ഈ എക്സ്പോഷർ വരാതിരിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാസ്തവം. ഞാൻ വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, 8 വയസ്സ് 9 വയസ്സുള്ള കുട്ടികൾ ഇൻ്റർനെറ്റിലൂടെ മനസ്സിലാക്കുന്ന വൈകൃതങ്ങളുടെ ലോകം അവരതിൽ നിന്നാണ് പഠിക്കുന്നത്. അത് കണ്ടിട്ടാണ് എന്താണ് സ്വന്തം സഹോദരിയെ എങ്ങനെ വളച്ചെടുക്കണം എന്ന് പറയുന്ന സൈറ്റുകൾ വരെയുണ്ട്. സ്വന്തം അമ്മയെ എങ്ങനെ, ഇത്തരത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്പോഷറാണ് നമ്മുടെ കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് ചെയ്യും? അത്തരത്തിലുള്ള രതി വൈകൃതത്തിലേക്ക് പോകും. അവൻ സ്വന്തം സഹോദരിയാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു എക്സ്പോഷർ അവനില്ല. സ്കൂളുകളാണെങ്കിൽ സയൻസും കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും പഠിപ്പിക്കില്ല. പഠിത്തത്തിനപ്പുറം കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് യാതൊരു പ്രാധാന്യം കൊടുക്കാത്ത അമ്മമാർ. ഈ ഒരു സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള കുട്ടികൾ ഇനിയും വളർന്നു വരും. 5-6 കൊതുകിനെ കൊന്നുകൊണ്ട് കൊതുകടിയില്ലാതാവില്ല. ഇതൊക്കെ മുട്ടയിട്ട് പെരുകുന്ന കാനകളിലും അതുള്ള ചാനലുകളിലും നമ്മൾ പോയി എണ്ണ ഒഴിക്കണം. അതിന് സമൂഹത്തിലെല്ലാവരും ഉണർന്ന് പ്രവർത്തിച്ച് സ്കൂളുകളും കോളേജുകളിലെല്ലാം ശരിക്ക് ബോധവൽക്കരണം നടത്തി ഈ യുവതലമുറയെ മാറ്റിയില്ലെങ്കിൽ ഇതുകൊണ്ട് രാത്രി മെഴുകുതിരി കത്തിച്ചിരുന്നിട്ടൊന്നും യാതൊരു പറയാനുമില്ല. ഇതുപോലെ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബോധോദയത്തിൻ്റെ സൂര്യോദയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് സായനത്തിലെ സുന്ദരമായൊരു ചിന്തയോടുകൂടി നമുക്ക് പോകാം. ഗുഡ് ഈവനിങ്. സ്വാമി അശ്വതിനാളി സൈനിങ് ഓഫ്.